പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്കെല്ലാവർക്കും തുടക്കത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചന ശ്രവണത്തിന് വേണ്ടി ഒരുങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും പങ്കെടുക്കാനെങ്കിൽ അവരൊക്കെ വിളിക്കുക. ഞാൻ ആരെങ്കിലും ഫോൺ ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കുക. ഇതാ അഭിഷേകത്തിന് ആരംഭിച്ചിരിക്കുന്നത് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളവരെ പെട്ടെന്ന് ഒന്ന് രണ്ട് പേരെ ഫോൺ എടുത്ത് ഓർമ്മപ്പെടുത്തുക. നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറയാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും അല്പം ഒന്ന് തുറന്ന് പിടിക്കുക. ദൈവമേ, ഇപ്പോൾ അങ്ങ് ഇടപെടണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ തരണമേ, അങ്ങയുടെ ഉണർവ് തരണമേ, ഏകാഗ്രത തരണമേ. കുറച്ച് നേരം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഉന്നതത്തിൽ നിന്നും ആത്മാവേ വരണേ. കെട്ടുപോയ ഉപ്പായനെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഇപ്പോൾ അങ്ങയുടെ ദാസിദാസന്മാരുടെ മേൽ നിറയണമേ. സകല ഹൃദയങ്ങളെ ഉണർത്തണമേ. പ്രാർത്ഥനാഭിഷേകം നൽകണമേ. ദൈവവചന ദാഹം നൽകണമേ. സ്വർഗീയ ആഗ്രഹങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാഭിഷേകം നൽകണമേ. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കൂട്ടായ്മ നൽകണമേ. അന്ധകാര പീഡകൾ എടുത്തു മാറ്റണമേ. ഹൃദയ ഐക്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവെന്നെ നയിക്കുമ്പോൾ ജീവിതപാതയിൽ തുടരാം. കരങ്ങളടിച്ച് കാറ്റിലുലയും മുയില പോലെ ആത്മാവിശക്തിയിലുണരാം. അഭിഷേകം നീ പകരണമേ. വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ പകരണമേ. വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആഗ്രഹത്തോടെ ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ
സ്വർഗീയ വെളിപാടുകൾ നിറയ്ക്കാൻ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. യേശുവിനെ അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 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 എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാം തിരുലിഖിതം. ദക്ഷിണ ദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ഇന്നത്തെ വിഷയം കണ്ടാലും ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ കുറച്ച് നേരം നിങ്ങളോട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരണ നൽകുന്നത്. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഭിഷേകജ്ഞയുടെ ഏറ്റവും അവസാനം ഒരു 2 മിനിറ്റ് പരിശുദ്ധ കുർബാന, ആ ദിവ്യകാരുണ്യ അപ്പം, പരിശുദ്ധ കുർബാന പരസ്യമായി എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് അവസാനത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥന, ദിവ്യകാരുണ്യം യേശു തന്നെയാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു മിസ്റ്ററിയാണ്. അത് യേശു തന്നെയാണത്. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായി ഇരിക്കുന്നവനായ യേശു തന്നെയാണ് ദ റിയൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ്. യേശുവിൻ്റെ റിയൽ പ്രസൻസ് ആ പരിശുദ്ധ കുർബാനയിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ആ യേശുവിൻ്റെ അടുത്ത് ഹൃദയം നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്രയോ ആയിരങ്ങളാണ് അത്ഭുതങ്ങൾ കാണുന്നത്. യേശുവിനോട് നേരിട്ട് സംസാരിക്കുന്ന സമയം, യേശുവിനോട് നേരിട്ട് തൊടുന്ന സമയം, യേശുവിനെ നേരിട്ട് യേശുവിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയം, യേശുവിനെ കാണുന്ന സമയം, യേശുവിനോട് ഹൃദയഭാരങ്ങൾ പങ്കുവെക്കുന്ന സമയം, അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി പോകാൻ വിശ്വാസത്തിൽ നമുക്ക് കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട്, തങ്കിയിൽ നിന്നൊരു അനുഭവം ഒരു ചേട്ടൻ വന്ന് പങ്കുവെച്ചത്. ആ ചേട്ടൻ ഒരുപാട് കാലമായി ഒരു വലിയൊരു അടിമത്തം നിമിത്തം അദ്ദേഹം വളരെ ക്ലേശിച്ചു. അവിടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ അദ്ദേഹം ദിവ്യകാരുണ്യത്തിലെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എനിക്കൊരു മാറ്റം വേണം, എന്നെ ഒന്ന് രക്ഷിക്കണം. എങ്ങനെയാണ് യേശുവിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 20 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ പൊടിവലി വട്ടായിലച്ചൻ 3 വർഷത്തിന് മുമ്പ് തങ്കിയിൽ ഒന്ന് ധ്യാനം നടത്തിയപ്പോൾ അന്ന് മുതൽ എനിക്ക് ആ പൊടിവലി ഒട്ടും ആ കുപ്പിയെപ്പോലും തൊടാനും ഒത്തിട്ടില്ല. ഈ സഹോദരൻ കഴിഞ്ഞ തങ്കി കൺവെൻഷൻ, 3 വർഷം മുമ്പ് ഇവിടെ ഒരു തങ്കി കൺവെൻഷൻ ഉണ്ടായിരുന്നു, അഭിഷേകാഗ്നി കൺവെൻഷൻ. അത് 2014 അല്ലേ? ആ കൺവെൻഷന് കൂടിയ സമയത്ത് ഈ ചേട്ടനും വന്ന് കൂടി. ഈ ചേട്ടന് പൊടിവലി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു അടിമത്തം ഉണ്ടായിരുന്നു. പൊടിവലി എത്ര വർഷമായിട്ട് പൊടിവലിക്കുമായിരുന്നോ? എത്ര നാളായിട്ട് പൊടിവലിക്കുന്ന? അത് 20 വർഷമായിട്ടുണ്ട്. അത് ദിവസം 10 രൂപയ്ക്ക് മേടിക്കും, എൻ്റെ കൂട്ടുകാരും വലിക്കും, ഞാനും വലിക്കും. അതായത് 20 വർഷമായിട്ട് ഇങ്ങനെ മേടിച്ച് 10 ഉറുപ്പിക്ക് പൊടി മേടിച്ചങ്ങോട്ട് വലിക്കും. അത് കുറേ കൂട്ടുകാർക്ക് കൊടുക്കും, എല്ലാവരും കൂടി അത് തീർക്കും. 2 കൂട്ടുകാരനെ ഞാൻ സ്ഥിരമായിട്ട് പൊടിവലി പഠിപ്പിച്ച്. അപ്പോൾ മത്തായി 18:6 പെട്ടു. മത്തായി 18:6. ഈ ഇവരിൽ ആർക്കെങ്കിലും ദുർമാതൃക നൽകുന്നെങ്കിൽ. അപ്പോൾ ഒരു കൂട്ടുകാരൻ 5 വർഷം കഴിഞ്ഞപ്പോൾ, സ്ഥിരമായി വലിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ തലവേദനയായി. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കുരിച്ച് നിർത്തിയപ്പോൾ തലേന്ന് കുളത്തിലെ ചെള്ള പോകും പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ദൈവമേ, കുളത്തിലെ ചേറ് പോണ മാതിരി തലേന്ന് ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുക. തല ഓപ്പൺ ചെയ്തപ്പോഴോ? അല്ല, സ്കാൻ ചെയ്ത്. സ്കാൻ ചെയ്തപ്പോഴത്തേനും കുളത്തിലെ ചേറ് കടവഴി പൊടി വലിച്ച പൊടിയെല്ലാം കൂടെ കൂടിയിട്ടേ ഇങ്ങനെ കിടക്കുക. ചേറ് ചെള്ള. അപ്പോൾ അവൻ വന്ന് എന്നോട് പറഞ്ഞ് ഇനി മേലെ പൊടി വലിക്കരുതും, അതുകൊണ്ട് പൊടിവലി നിർത്തിയേക്കണം, എനിക്ക് എൻ്റെ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞു. എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ചെള്ള പിടിച്ച് കിടക്കുകയാണ്, താനും നിർത്തുക നല്ലത് എന്ന് ആ കൂട്ടുകാരൻ തലവേദന എടുത്ത് തല പൊള്ളിക്കാൻ അറിയാമപ്പോൾ വന്ന് വിവരം പറഞ്ഞു. ആ ചേട്ടൻ നിർത്തി. എന്നിട്ട് ഞാനത് കൂട്ടാക്കാതെ കണ്ട് പിന്നെ വലിച്ച് പിന്നെ പക്ഷേ ഇദ്ദേഹം പറഞ്ഞു തല പൊളിഞ്ഞാൽ പൊളിയട്ടെ, എനിക്ക് പൊടി വലിക്കണമെന്ന് പറഞ്ഞു. അത് ഒരു പ്രത്യേകമായ ഒരു അടിമത്തായിപ്പോയി. മദ്യപിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു തഴക്കദോഷമാണ് പൊടി വലി. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയായിരുന്നു, വള്ളത്തെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദിവസം തോന്നി ഈ പൊടിക്കുപ്പി കടലിൽ എറിഞ്ഞിട്ട് പോകണം, ഇനി മേലെ പൊടി വലിക്കണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ആ പൊടി എന്നിട്ട് കടലിൽ എറിഞ്ഞ് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കടയുടെ വാതിക്കൽ കൂടിയാണ് ഞാൻ പോകണം. അപ്പോൾ ആ കടക്കാരനോട് പറഞ്ഞു എനിക്കൊരു പൊടി കുപ്പിയും അതിനകത്ത് കൊള്ളാവുന്ന പൊടിയും തന്നേക്കാൻ പറഞ്ഞു. കടലിൽ അതായത് ഒരിക്കൽ തോന്നി, സ്വന്തം ഇഷ്ടം കൊണ്ട് തോന്നി. എന്താ തോന്നി അറിയോ? ഇത് വേണ്ടെന്ന് പറഞ്ഞ് കടലിൽ എറിഞ്ഞു പോന്നു. എന്നിട്ട് ഈ കടയുടെ അവിടെ എത്തിയപ്പോഴത്തേനും ആകെ പരിഭ്രാന്തി. അത് കടക്കാരനോട് പറഞ്ഞു ഇന്ന് പൊടി മാത്രം പോരാ, കുപ്പി അടക്കം വേണമെന്ന് പറഞ്ഞ് ഒരു കുപ്പിയോടുകൂടി പൊടി വാങ്ങി. മറ്റേ കുപ്പി കടലിലെറിഞ്ഞേ. അപ്പോൾ ആ കുപ്പിയോടുകൂടി പൊടി മേടിച്ചു. അപ്പോൾ ഇതിന് ശേഷം അമ്മ പല പ്രാവശ്യം വഴക്ക് പറയാറുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ വഴക്ക് പറയാറുണ്ടായിരുന്നു. അവർ പൊടിയും കുപ്പിയൊക്കെ മാറ്റി വെക്കാറുണ്ടായിരുന്നു. എന്നാലും ഈ കുപ്പി എൻ്റെ കയ്യിലില്ലാതെ എനിക്ക് ഉറങ്ങാനൊക്കെയില്ല. ഇവർ മാറ്റി വെച്ചെങ്കിലും തന്നെ പെട്ടെന്ന് ഞാൻ ചന്തയിൽ പോയി കുപ്പിയും പൊടിയും മേടിച്ചുകൊണ്ട് വരും. കാരണം ഈ കുപ്പിയിലേക്ക് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതിയായി. ദൈവമായ അതിനുശേഷമാണ് ഓരോരുത്തരൊക്കെ ഓരോ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. വട്ടായിരച്ചൻ്റെ ധ്യാനം അങ്ങനെ ഇരിക്കും. അത്രയും കഠിന പീഡയിരിക്കുമ്പോഴാണ് തങ്കി അഭിഷേകാഗ്നി. അപ്പം ഞാൻ ഇവിടുത്തെ കുർബാന ആരാധനയുടെ സമയത്ത് കർത്താവിനോട് പറഞ്ഞ് എൻ്റെ പൊടിവലി നിർത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ ആ സമയം മുതൽ ഞാൻ പൊടിക്കുപ്പിയെ തൊട്ടിട്ടില്ല. ആ സെക്കൻഡ് മുതൽ എന്നേക്കുമായി പൊടിക്കുപ്പിയോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വലിയൊരു അത്ഭുതമാണ്. 20 വർഷം ഒരു പ്രത്യേക തിന്മയ്ക്ക് അടിമപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം പലതവണ തീരുമാനിച്ച് ഒരു സാഹസം എന്ന പോലെ അതൊക്കെ എടുത്ത് കടലിൽ എറിഞ്ഞു കളഞ്ഞു. പക്ഷേ പൂർവാധിക ശക്തിയോടെ അത് വീണ്ടും വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഓരോ ദിവസവും ആരാധനയുണ്ട്. ആ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുമ്പോൾ ഈ എളിയ മകൻ്റെ ഹൃദയവേദന ദൈവമായ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു തകർച്ചയുണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുത ശക്തി പുറപ്പെട്ടു. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. വീട്ടിൽ ചെന്നു, പിറ്റേ ദിവസം കിടന്നു, പല ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും പൊടിവലിയുടെ കുപ്പിയെടുക്കാൻ തോന്നുന്നില്ല. കർത്താവ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അദ്ദേഹത്തെ കഴുകി അദ്ദേഹത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ശ്രവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, സഭയിലുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു സാന്നിധ്യമാണ് ദിവ്യകാരുണ്യത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ റിയൽ പ്രസൻസ്. അതിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. സ്വർഗത്തിൻ്റെ മഹത്വപൂർണനായ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്ന അത്ഭുതകരമായ സമയമാണ് പരിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്ന സമയം. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഞാൻ അവരോട് കൂടെ വസിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു രംഗമുണ്ട്.
മോശ ഹോറബ് മലയിൽ ചെന്നപ്പോൾ ഇതാ ഒരു വലിയ മുൾപടർപ്പ് കത്തിജ്വലിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇറങ്ങിയതിനെക്കുറിച്ച് ഉള്ളൊരു വെളിപ്പെടുത്തലാണ്. മുള്ളോ കത്തിച്ചാമ്പലാകുന്നില്ല, മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല, എന്നാൽ ഈ മുള്ള് മുഴുവനും ഇങ്ങനെ അഗ്നിജ്വാലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഹോറബിലെ അഗ്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ വിശുദ്ധ ലിഖിതങ്ങളിൽ പല സ്ഥലത്തും ഈശോയുടെ അത്ഭുത സാന്നിധ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, സ്വർഗത്തിലെ മഹത്വപൂർണനായ യേശു, പിതാവിനോട് സമനായ പുത്രനായ യേശു, അവൻ മനുഷ്യരോട് കൂടെ വസിച്ച്, ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ദൈവം തന്നെയായ പുത്രൻ മനുഷ്യരോട് കൂടെ വസിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വിശ്വാസത്തോടെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നാം സന്നിഹിതനാകുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ആ ഈശോയോട് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ പറയാൻ പറ്റും. ഇത് സഭയുടെ ഔദ്യോഗികമായ ഒരു പ്രബോധനമാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1980 പെസഹ വ്യാഴാഴ്ച ഒരു ഔദ്യോഗിക രേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് മുമ്പിൽ ഇരിക്കുക എന്നതിനെക്കുറിച്ചാണ്. ഈ അടുത്ത കാലത്തായി ചിലർ പറയുന്നൊരു പ്രബോധനമുണ്ട്, ആരാധനയ്ക്കൊന്നും പോകണ്ട, ആരാധന മുമ്പിലൊന്നും ഇരിക്കണ്ട, കുർബാനയിൽ പങ്കെടുത്ത് കുർബാന ഭക്ഷിച്ചാൽ മതിയെന്ന്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പമാർ നമുക്ക് നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന രേഖകൾ. റോമിൽ നിന്നുള്ള ഔദ്യോഗികമായ പ്രബോധനങ്ങളും ഔദ്യോഗിക രേഖകളും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക രേഖ. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദിവ്യകാരുണ്യ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം, വിശുദ്ധ കുർബാനയുടെ വാഴ്വ്, വിശുദ്ധ കുർബാന പരസ്യമായി എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആരാധന, തിരു സാന്നിധ്യത്തിലുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകൾ മുതലായ മാർഗങ്ങളിലൂടെ നമുക്ക് പ്രകടമാക്കാം. സ്നേഹത്തിൻ്റെ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ അരികിൽ സ്വാതന്ത്ര്യത്തോടെ, ഹൃദയ സ്വാതന്ത്ര്യത്തോടെ നമുക്കായിരിക്കാം. ഇത് സഭ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരാധനയുടെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആരാധന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന, നിത്യാരാധന നടക്കുന്ന ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റല്ല. അത് സഭ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ ഒരു കാര്യമുണ്ട്. അതാണ് വെറുതെ ദിവ്യകാരുണ്യത്തെ നോക്കി നിശബ്ദതയിലിരിക്കുക. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈയടിച്ച് പാടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ട്, ദൈവസ്തുതിപ്പാണ്, ദൈവാരാധനയാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് വെറുതെ അവിടെ ആയിരിക്കുക. ഈശോയുടെ മുമ്പിൽ ആയിരിക്കുക, വെറുതെ ഇരുന്നാൽ മതി. സിമ്പിളായിട്ട് അവിടെ ഇരുന്നാൽ മതി, ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുക. ഉന്നതരായ ആധ്യാത്മിക ഗുരുക്കൾ അതിനെക്കുറിച്ച് നമുക്ക് നൽകുന്ന പ്രബോധനം ഇങ്ങനെയാണ്: സ്വതന്ത്രവും ശാന്തവും തുളച്ചു കയറുന്നതുമായ ഒരു നോട്ടം. അതാണ് ഈശോയുടെ മുമ്പിലുള്ള നമ്മുടെ സ്നേഹം, ഇരിപ്പ്. ആരാധന മുമ്പിലുള്ള ഇരിപ്പിനെക്കുറിച്ച് ഉന്നതരായ ആധ്യാത്മിക ഗുരുക്കന്മാർ പറഞ്ഞെങ്ങനെയാണ്: സ്നേഹത്തോടുകൂടെയുള്ള ഒരു നോട്ടം. അത് മണിക്കൂറുകൾ അങ്ങനെ ആയിരിക്കാൻ പറ്റും. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ വലിയ ആധ്യാത്മിക പ്രബോധനങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും. സ്വതന്ത്രവും ശാന്തവും തുളച്ചു കയറുന്നതുമായൊരു നോട്ടം, ഒരു വീക്ഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാകുന്നില്ല. എന്നാൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം മാർപ്പാപ്പ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആഴ്സിലെ ദേവാലയത്തിൽ നീണ്ട മണിക്കൂറുകൾ സക്രാരിയിൽ ദൃഷ്ടി ഉറപ്പിച്ച് നിശ്ചലനായി പ്രാർത്ഥിച്ചിരുന്ന പാവപ്പെട്ട ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ദേവാലയത്തിൽ അനുദിനം ദീർഘനേരം എന്തു ചെയ്യുകയാണെന്ന് വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി അച്ഛൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അവിടുത്തെ നോക്കുന്നു, അവിടുന്ന് എന്നെ നോക്കുന്നു. രണ്ട് നോട്ടങ്ങളുടെ സമ്മേളനമാണത്.
അദ്ദേഹം വേറെ പ്രാർത്ഥനകളോ വേറെ ജപമാലകളോ ഒന്നും ചൊല്ലുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഈശോയെ നോക്കുന്നു, ഈശോ എന്നെ നോക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഇതാണ് വലിയ ആധ്യാത്മിക ഗുരുക്കന്മാർ പറഞ്ഞിരുന്നത്, സ്വതന്ത്രവും സ്നേഹപൂർണവുമായ ഒരു നോട്ടം, അതാണ് ആരാധന മുമ്പിലിരിക്കുന്നത്. വിശുദ്ധ ബനബന്ധുര അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ നേർക്കുള്ള സ്നേഹം നിറഞ്ഞ ഒരു നോട്ടം, ഒരു വീക്ഷണം, ഒരു സ്നേഹവീക്ഷണം എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് മറ്റ് ചില ആധ്യാത്മിക പണ്ഡിതന്മാർ പറഞ്ഞെങ്ങനെയാണ്? ശരീരം കൊണ്ടുള്ള പ്രാർത്ഥന. വാക്കുകൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വെറുതെ അവിടെ ആയിരുന്നാൽ മതി. ചില വീട്ടിൽ ചിലർക്ക് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. വെറുതെ അവിടെ നിന്നുണ്ടായാൽ മതി, നമ്മുടെ ഹൃദയം നിറയും. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവം. ഞാൻ സ്കൂളിൽ നിന്ന് 4 മണിക്ക് ഓടി വീട്ടിൽ വരുമ്പം എനിക്ക് ഭക്ഷണം കഴിക്കണം, ചായ കുടിക്കണം, പല കാര്യങ്ങളുണ്ട്. 4 മണിക്കത്തെ ഭക്ഷണം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഉച്ചയ്ക്ക് വിശന്ന് വരിഞ്ഞ് അങ്ങനെ 4 മണിക്ക് ഓടി വരും. ആ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണമൊക്കെ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഭക്ഷണമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി. പക്ഷേ അമ്മയെ കാണാനില്ല. അമ്മ വളരെ അത്യാവശ്യത്തിന് പെട്ടെന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ എന്തൊരു പ്രാർത്ഥനയ്ക്കോ എന്തോ ഒരു മീറ്റിങ്ങിന് പോയതാണ്. സമയത്ത് അമ്മയ്ക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ഭക്ഷണമൊക്കെ എല്ലാം സാധാരണ ദിവസത്തെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ അവിടെ ഇല്ല. എനിക്ക് അനുഭവപ്പെട്ട ശൂന്യതയ്ക്ക് ഒരു കണക്കില്ല. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ട് ഞാൻ ഇവിടെ അമ്മയോടെ എന്ന് പറഞ്ഞ് ചുറ്റും വിളിച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ അന്ന് എനിക്ക് അന്ന് ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ആ ഒരു പ്രസൻസ്, വെറുതെ ഒരു പ്രസൻസ്, വേറെ അമ്മ ഒന്നും പറയുമല്ലോ, ഒന്നുമില്ല, അവിടെ ഉണ്ടായാൽ മതി. അതുപോലെയാണ് പ്രിയപ്പെട്ട സഹോദരൻ, ശരീരത്തിൻ്റെ പ്രസൻസ്, പേഴ്സണൽ പ്രസൻസ്, അത് വളരെ വലിയൊരു ബന്ധമാണ്. അത് വളരെ വലിയൊരു ശക്തമായൊരു ഇൻ്റർ പേഴ്സണൽ ബന്ധമാണ്, ഒരു റിലേഷനാണത്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ വാക്കുകൊണ്ടൊന്നും പറഞ്ഞില്ലെങ്കിലും, വലിയ പ്രാർത്ഥനകൾ ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും, കാണാപ്പാട് ഒന്നും അറിയില്ലെങ്കിലും, വെറുതെ അവിടെ ഒന്ന് ഇരുന്നാൽ മതി. അത് വലിയൊരു ബന്ധമാണ്. ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയാണത്. നമ്മുടെ താല്പര്യക്കുറവോ മടുപ്പോ ദൈവം നമ്മുടെ ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് അനുവദിക്കുന്ന ശുഷ്കതയോ നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമാകരുത്. ചിലപ്പോൾ നമ്മുടെ താല്പര്യക്കുറവ് കൊണ്ട് ഒരു ശുഷ്കത ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ഉണർവില്ലാത്തത് കൊണ്ടും നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടും ഒരു ശുഷ്കത അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ലക്ഷ്യം വെച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം തന്നെ ഒരു മരുഭൂമി അനുഭവം അനുവദിക്കും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടില്ല, വെറുതെ ഡ്രൈ ആയിപ്പോയൊരു അനുഭവമായിരിക്കും. വെറുതെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത പോലെ ഉണ്ടാവും. പക്ഷേ ഒന്നും പേടിക്കണ്ട, അവിടെ ഇരുന്നാൽ മതി. ഈശോയെ നോക്കി അവിടെ ഇരുന്നാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും പല ഉപദേശങ്ങളും നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം എങ്ങനെയാണ്? നമ്മെ സന്തുഷ്ടരാക്കാൻ നിത്യത മുഴുവൻ ഉപയോഗപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കും. എന്നാൽ അവിടുത്തെ സന്തുഷ്ടനാക്കാൻ നമുക്ക് ഈ ചുരുങ്ങിയ ജീവിത കാലഘട്ടം മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും കിട്ടുകയില്ലാത്ത ഈ അവസരം പാഴാക്കി കളയുമ്പോൾ എത്ര അമൂല്യമായ അവസരങ്ങളാണ് നാം പാഴാക്കി കളയുന്നത് എന്ന് ചിന്തിക്കണം. എന്താ ആധ്യാത്മിക പ്രബോധകർ നമുക്ക് നൽകുന്ന ചിന്ത? അതായത് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ മരണത്തിന് ശേഷം കോടാനുകോടി വർഷങ്ങൾ ഈശോയ്ക്കുണ്ട്. നമ്മുടെ നിത്യത മുഴുവൻ ഈശോയ്ക്കുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നാൽ നമുക്ക് ഈശോയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മനഃപൂർവ്വം സമയം കണ്ടെത്തണം. ഈശോയുടെ അടുത്ത് പോയിരിക്കാൻ, ദേവാലയത്തിൽ പോയിരിക്കാൻ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരിക്കാൻ, ഈശോയെ ഓർക്കാൻ. ഒരുപക്ഷെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിലിരുന്ന് തന്നെ ഈശോയെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ചിലപ്പോൾ ദിവ്യകാരുണ്യ ആരാധന വൃഥാ സമയം നഷ്ടപ്പെടുത്തലാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ ശരീരത്തിൻ്റെ പ്രസൻസ് വഴിയുള്ള ആ പ്രാർത്ഥന അമൂല്യവും നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതിൽ ഉന്നതവുമായ ഒരു പ്രാർത്ഥനാ രീതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആധ്യാത്മിക പിതാക്കന്മാർ പറയുകയാണ്, വിശുദ്ധ കുർബാനയും കുർബാന സ്വീകരണവും അവസാനിക്കും. എന്നാൽ ഈശോയെ നോക്കിക്കൊണ്ടുള്ള ഈ ഇരിപ്പ് അതായിരിക്കും മരണത്തിന് ശേഷം നിത്യമായി നിലനിൽക്കുക. സ്വർഗത്തിൽ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന
അല്ലെങ്കിൽ യേശുക്രിസ്തു ബലിയായി അർപ്പിക്കപ്പെടുന്ന അൾത്താരയിലെ ബലിയർപ്പണം അവസാനിക്കും. ഈശോയെ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യ സ്വീകരണവും അവസാനിക്കും. സ്വർഗത്തിൽ ഒരെണ്ണം മാത്രമേ അവശേഷിക്കുകയുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ. അത് ഈശോയെ നോക്കിയുള്ള നിത്യദർശനം, സൗഭാഗ്യ ദർശനം, ബിയാറ്റിഫിക് വിഷൻ, അതുമാത്രമായിരിക്കും നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും സഭയുടെ വിശുദ്ധന്മാർ നമ്മളെ പ്രബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വളരെ വിരസവും വളരെ അരോചകവും എന്ന് പറഞ്ഞാൽ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിലും നമ്മുടെ ആ ഇരിപ്പ് ഈശോ മനസ്സിലാക്കുന്ന മറ്റൊരു ആംഗിളുണ്ട്. അതിങ്ങനെയാണ്: ഈശോയുടെ സാന്നിധ്യം പരിത്യജിച്ചിട്ട് നമുക്ക് പോയി നമുക്ക് സന്തോഷം നൽകുന്ന മറ്റനേകം കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ നമുക്ക് കഴിയുമെന്ന് ഈശോയ്ക്ക് അറിയാം. അവ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ സമയം അവിടത്തേക്ക് നൽകി അവിടത്തോടു കൂടെ നാം ആയിരിക്കുന്നതെന്നും ഈശോയ്ക്ക് അറിയാം. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോൾ ശരീരം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് മനസ്സിലാക്കി കരുണയോടെ നമ്മളെ നോക്കുന്നു. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോൾ ശരീരം കൊണ്ട് അവിടുത്തെ കൂടെ ആയിരിക്കുന്നു. ഉന്നതമായ ഒരു പ്രാർത്ഥന, അസ്വസ്ഥപ്പെടരുത്. ഉന്നതമായ ഒരു പ്രാർത്ഥനയാണ് ഫിസിക്കൽ പ്രസൻസ്, സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള ഫിസിക്കൽ പ്രസൻസ്. മോശ സീനായി മലയിൽ നിന്ന് കുറേ നാൾ അവിടെ ഇരുന്ന് എന്താ പ്രാർത്ഥിച്ചതെന്നൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. മലമുകളിലായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം സീനായി മലയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശപൂരിതമായി. അവൻ്റെ മുഖത്തെ പ്രഭാപൂർണത നിമിത്തം ആർക്കും നേരിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മുഖ ആവരണം കൊണ്ട്, മുഖം മൂടുപടം കൊണ്ട് മുഖം മറച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കുറേ നേരം ഈശോയെ നോക്കി ഈശോയെ എന്ന് വിളിച്ചിട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. അതാണ് ആ സാക്ഷ്യത്തിൽ ആ ചേട്ടൻ പറഞ്ഞത്. 20 വർഷം പൊടിവലി, 20 വർഷമായിട്ട് പരിശ്രമിക്കുന്നു, കുറ്റബോധമുണ്ട്, മനപ്രയാസമുണ്ട്, മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, തീരുമാനമുണ്ട്, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈശോയിലേക്ക് നോക്കി. മോശ സീനായി മലമുകളിൽ വെച്ച് കർത്താവേ എന്ന് പറഞ്ഞ് അവിടുത്തെ സാന്നിധ്യത്തിലായിരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ശരീരം പോലും പ്രകാശിതമായി. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഘടന മാറി. കുറച്ചു നേരം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ എഴുന്ന ഈശോയുടെ മുമ്പിൽ നിന്ന് ഈശോയെ നോക്കി ഈശോയെ വിളിച്ച് അതിനുശേഷം തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൻ്റെ ഘടന മാറി, ശരീരത്തിൻ്റെ ഘടന മാറി. ആ കുപ്പിയം തൊടാൻ പോലും തോന്നുന്നില്ല, ആഗ്രഹം തോന്നുന്നില്ല, ശരീരത്തിൻ്റെ ഘടന വ്യത്യാസപ്പെട്ട്. വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറി കുറിപ്പിൽ 576 ഖണ്ഡിക വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറയുകയാണ്: എൻ്റെ മകളെ, സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്, സ്നേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ മകളെ, എന്നോടുള്ള നിർമ്മല സ്നേഹത്താൽ പ്രേരിതമായി ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും ലഭിക്കുന്ന വലിയ പ്രതിഫലവും യോഗ്യതകളും മനസ്സിലാക്കിയാൽ സന്തോഷം കൊണ്ട് നീ മരിച്ചു പോകും. ഞാനിത് നിന്നോട് പറയുന്നത് എപ്പോഴും എന്നോട് നിർമ്മലമായ ഗാഢസ്നേഹത്താൽ ഐക്യപ്പെട്ടിരിക്കുന്നത് വേണ്ടിയാണ്. എന്തെന്നാൽ ഇതാണ് നിൻ്റെ ആത്മസാക്ഷാത്കാരം. ഈ പ്രവൃത്തി നിൻ്റെ സ്വതന്ത്ര മനസ്സിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധമായ ആത്മാവ് വിനീതമാണെന്നറിയുക. എൻ്റെ മഹിമ പ്രതാപത്തിന് മുമ്പിൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ശൂന്യമാക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കൃപ നിന്നെ നിറച്ച് എൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ വലിയവളാക്കും. പരിശുദ്ധമായ ആത്മാവ് വിനീതമാണ്. അനുഭവം കിട്ടിയാലും കിട്ടിയില്ല എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവിടെ ശാന്തമായിരിക്കും. അനുഭവം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പെട്ടച്ച് ചാടി കരപ്പം പിടിച്ച് കുട്ടിയെ പോലെ പെട്ടച്ച് പോകുന്നതല്ല. ശാന്തവും വിനീതവുമായ ആത്മാവ് അവിടെ ഇരിക്കുക. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഇരിക്കുക. ഇതാ കണ്ടാലും ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പരിശുദ്ധ കുർബാനയുടെ ആരാധന മുമ്പിൽ ഇന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന് ധാരാളം സമയം പ്രാർത്ഥിക്കാനൊരു അനുഗ്രഹം ചോദിക്കുക. നിത്യാരാധന ചാപ്പലുകളിലേക്ക് പോകാനൊരു അനുഗ്രഹം ചോദിക്കുക. ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആ ശുശ്രൂഷയിലെ സമാപനത്തിലെ ആരാധനയുടെ സമയത്ത്
ഈശോയുടെ സന്നിധി ഹൃദയം നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കാനൊരു അനുഗ്രഹം ചോദിക്കുക. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഹൃദയത്തിലെ മറ്റെല്ലാ ഭാരങ്ങളും പറയുക. രോഗാവസ്ഥയുള്ളവരിപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്ക് രോഗമാണ്, എന്നെ സുഖപ്പെടുത്തണം. പുകവലി, മയക്കുമരുന്നിൻ്റെ അടിമത്തം, ലഹരിയുടെ അടിമത്തമുള്ളവർ ഇപ്പോൾ ഈശോയുടെ സന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഉത്ഥാനം ചെയ്തവനായ കർത്താവ്, മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, കൈകൾ ഉയർത്തി. യേശുവേ, യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ സ്നേഹത്തോടെ ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ